പാകിസ്ഥാൻ ഹിന്ദു രാഷ്ട്രമാകുന്നു എന്ന ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യക്കാരായിട്ടുള്ള ആരെങ്കിലും പെട്ടെന്ന് വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. എല്ലാവരും ഓർക്കുന്നില്ലേ, അതായത് ഇന്ത്യയിൽ പേരിന്റെ പേരിൽ ഒരു തർക്കം നടന്ന സംഭവം. അതായത് ഇന്ത്യയുടെ പേര് ഭാരതമെന്നാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ ബഹളങ്ങളൊക്കെ നടന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് കൂടിയാണ്, നമ്മുടെ ഭരണഘടനയിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇന്ത്യ തന്നെയാണ് ഭാരതം. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ഒരു വലിയ വിവാദം വന്നു. ഇന്ത്യ എന്ന് പറയുന്ന പേര് നമ്മൾ ഒഴിവാക്കിയിട്ട് ഭാരതം എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. സോ ആ സമയത്ത് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ, ചില രാഷ്ട്രീയക്കാരൊക്കെ പല സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി. അവരെന്ന് പറഞ്ഞത്, ഇന്ത്യക്ക് ആ പേര് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ ഇങ്ങ് എടുത്തോളാം, ആ പേര് ഞങ്ങൾ എടുത്തോളാം, ഇന്ത്യക്ക് വേണ്ടെങ്കിൽ ഇന്ത്യ ഭാരതം എന്നാക്കിക്കോളൂ, ഇന്ത്യ എന്ന പേര് ഞങ്ങൾ എടുത്തോളാം എന്ന് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് തന്നെ പല പൊളിറ്റീഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്. ചില മീഡിയാസിൽ ലേഖനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. എന്തായിരുന്നു അത് വന്നതെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഇല്ലാത്തതാണ്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇപ്പൊ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയില്. ഈ പഞ്ചാബ് പ്രവിശ്യയില് ലാഹോർ ഭരണകൂടം അവിടുത്തെ പ്രധാനപ്പെട്ട ചില തെരുവുകൾക്കും ജംഗ്ഷനുകൾക്കും കെട്ടിടങ്ങൾക്കുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദു, സിഖ്, കൊളോണിയൻ പേരുകൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അതിന് ഔദ്യോഗിക അനുമതിയും അവിടെ ലഭിച്ചിരിക്കുകയാണ്. വിഭജനത്തിന് ശേഷം, അതായത് 1947 ശേഷം ഇസ്ലാമികമോ അല്ലെങ്കിൽ പ്രാദേശികമോ ആയ പേരുകളിലേക്ക് മാറ്റിയ ലാഹോറിലെ പല ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾക്കും അവയുടെ യഥാർത്ഥ പ്രീ പാർട്ടീഷൻ പേരുകൾ അഥവാ വിഭജനത്തിന് മുൻപുള്ള പേരുകൾ തിരികെ നൽകാൻ പാകിസ്ഥാൻ പഞ്ചാബ് ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ലാഹോർ പൈതൃക മേഖലാ പുനരുദ്ധാരണ പദ്ധതി എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നിലവില് അദ്ദേഹത്തിന്റെ മകളും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള മറിയം നവാസ് ആണ് ഈ പദ്ധതിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകിയത്. രാഷ്ട്രീയമായോ മതപരമോ ആയ ഒരു നീക്കം എന്നതിലുപരി ലാഹോറിന്റെ പഴയ സാംസ്കാരിക പൈതൃകവും വൈവിധ്യവും ചരിത്രവും വീണ്ടെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അധികൃതർ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ലാഹോറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 1947 ശേഷം അവിടെ പേരുകൾ ഔദ്യോഗികമായിട്ട് മാറ്റിയെങ്കിലും ജനങ്ങൾക്കിടയിൽ അത് ബാധിച്ചിരുന്നില്ല. ജനങ്ങൾ ആ പഴയ പേര് തന്നെയാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക രേഖകളിലും ആ പഴയ പേരിലേക്ക് മാറുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ജനകീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനകീയ പ്രകടനങ്ങളോ രോഷങ്ങളോ ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. കാരണം 1947 മുന്നേ അവിടെ നിലനിന്നിരുന്ന പേരുകൾ തന്നെ ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് ഡോക്യുമെന്റ്സിൽ മാത്രമാണ് പുതിയ പേരുകളൊക്കെ മാറിയത്. ചില പേരുകൾ ഞാൻ ഇവിടെ പറയാം. ഇപ്പൊ ഇവര് മാറ്റം വരുത്തുന്ന പേരുകള്, ഇസ്ലാംപുര എന്നത് കൃഷ്ണൻ നഗർ എന്ന് അവർ വീണ്ടും പേര് ഔദ്യോഗികമായിട്ട് മാറ്റുകയാണ്. ബാബറി മസ്ജിദ് ചൗക്ക് എന്നത് ജെയിൻ മന്ദിർ ചൗക്ക് എന്ന് പുനർനാമകരണം ചെയ്യുകയാണ്. സുന്നത്ത് നഗർ എന്നത് സന്ത് നഗർ എന്ന ഒരു മാറ്റാണ്. മൗലാന സഫർ അലി ഖാൻ ചൗക്ക് എന്നത് ലക്ഷ്മി ചൗക്ക് എന്ന ഒരു മാറ്റാണ്. മുസ്തഫാബാദ് എന്നത് ധരംപുര എന്ന് മാറ്റാണ്. അല്ലാമ ഇഖ്ബാൽ റോഡ് എന്നത് ജയിൽ റോഡ് എന്ന് മാറ്റാണ്. ഫാത്തിമ ജിന്ന റോഡ് എന്നത് ക്യൂൻസ് റോഡ് എന്ന് മാറ്റാണ്. ബാഗ്ജ ജിന്ന എന്നത് ലോറൻസ് ഗാർഡൻസ് എന്ന് മാറ്റാണ്. റഹ്മാൻ ഗലി എന്നത് രാം ഗലി എന്ന് മാറ്റാണ്. സോ വളരെ ചരിത്രപരമായ ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. 1947 പേരുകൾ അവർ തിരിച്ചു കൊണ്ടുവരുന്നത് വെറുതെ അല്ല. ഇതിനോടൊപ്പം തന്നെ വലിയ മാറ്റങ്ങൾ അവിടെ നടക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ പൈതൃക പ്രവർത്തനങ്ങൾ, പേരുകൾ മാറ്റുന്നത് കൂടാതെ പഴയ ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, കൊളോണിയൻ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ, വിഭജനത്തിന് മുൻപ് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പരിശീലനം നടത്തിയിരുന്ന മിൻഡോ പാർക്കിലെ പഴയ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ, പരമ്പരാഗത ഗുസ്തി ഗോതകൾ എന്നിവയെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പാകിസ്ഥാൻ പുനരുദ്ധരിക്കുകയാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയമായ തർക്കങ്ങൾക്കും മതപരമായ വിഭജനങ്ങൾക്കും അപ്പുറം തങ്ങളുടെ നഗരത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെയും സംസ്കാരത്തെയും മായ്ക്കാനാകില്ല എന്ന് ലാഹോർ തിരിച്ചറിയുകയാണ്. സോ ഇവിടെ നമ്മൾ കാണേണ്ടത്, പാകിസ്ഥാന് പെട്ടെന്നൊരു ദിവസം അങ്ങ് നന്മ പൂത്തുലയുന്ന നന്മ മരമായതുകൊണ്ട് അവർ ചെയ്യുന്നതല്ല. ഈ ചെയ്യുന്നത് പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലായതുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്യാതെ പാകിസ്ഥാന് നിലനിൽക്കാൻ കഴിയില്ല. നോക്കൂ, വിഭജനം നടന്ന സമയത്ത് പാകിസ്ഥാന്റെ മുമ്പിൽ വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി. എന്താണ് പാകിസ്ഥാന്റെ ഐഡന്റിറ്റി?
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു സിവിലൈസേഷനാണ്. 5000 വർഷത്തിലേറെയായിട്ട് തുടർച്ചയായിട്ട് ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ. മതനിരപേക്ഷത അല്ലെങ്കിൽ നമ്മളിവിടെ ഇന്ത്യയിൽ പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് 1947 ഉണ്ടായ ഒന്നല്ല. അത് ഇന്ത്യ ഉണ്ടായ കാലം മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ധാരാളം മതങ്ങൾ, അതായത് ഇന്ത്യ എന്ന് പറയുന്നതിന് നമുക്കൊരു സമുദ്രമായിട്ട് കാണാം. ഒരുപാട് നദികൾ ഒഴുകി ഒഴുകി വന്നു ചേരുന്ന ഒരു സമുദ്രം. അതുപോലെ ലോകത്തെ ഒരുപാട് സംസ്കാരങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ഒരുപാട് മതങ്ങൾ, ഈ മതങ്ങൾ എന്ന് പറയുന്നത് തത്വത്തിൽ സംസ്കാരം കൂടിയാണ്, ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഈ മഹാസമുദ്രത്തിൽ ഒഴുകി എത്തി ഇവിടെ ലയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കൾച്ചർ ഉണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടേതാണെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയും. പക്ഷെ പാകിസ്ഥാൻ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഐഡന്റിറ്റിയും 1947 അവർ രൂപീകൃതമായ സമയത്ത് അവർക്ക് വേണ്ട എന്നതായിരുന്നു അവരുടെ തീരുമാനം. അവരൊരു പുതിയ ഇസ്ലാമിക രാജ്യമായിട്ടാണ് രൂപം കൊള്ളുന്നത്. പക്ഷെ പിന്നീടാണ് പോകെ പോകെ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞത് ഒരു ഐഡന്റിറ്റി പാകിസ്ഥാൻ ഇല്ല. സത്യത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു വലിയ ഭാഗം കിടക്കുന്നത് പാകിസ്ഥാനിലാണ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പുരാതനമായ ക്ഷേത്രങ്ങൾ, സർവകലാശാലകൾ, നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു വലിയ അളവ് പാകിസ്ഥാനിലുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ അത് ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവരത് അവരുടെ ഐഡന്റിറ്റി അല്ല എന്ന് മറച്ചു പിടിച്ചുകൊണ്ട് അവർ ഒരു ഇസ്ലാമിക രാജ്യം എന്ന ഐഡന്റിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത്രയും കാലം മുന്നോട്ട് പോയി. എന്നാൽ ഇന്തോനേഷ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികളുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികൾ ഉള്ളത് സൗദി അറേബ്യ അല്ല, പാകിസ്ഥാൻ അല്ല, ബംഗ്ലാദേശ് അല്ല, ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഹൈന്ദവ ബുദ്ധ രാജ്യമായിരുന്നു ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. പക്ഷെ ഇന്തോനേഷ്യ പിന്നീട് ഇസ്ലാമിക രാജ്യമായി മാറിയപ്പോഴും അവരവരുടെ കൾച്ചറൽ ഐഡന്റിറ്റി കീപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്തോനേഷ്യയിൽ നമുക്ക് പോയാൽ ഇപ്പോഴും പുരാതനമായ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും, പുരാതനമായ ബുദ്ധവിഹാരങ്ങൾ കാണാൻ പറ്റും, പുരാതന നിർമ്മിതികൾ കാണാൻ പറ്റും. പരമാവധി ഇതെല്ലാം അവരവിടെ പ്രൊട്ടക്ട് ചെയ്തു. അതുകൊണ്ട് എന്തു പറ്റി? ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അവർ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ പറയാനും പറ്റി. അവരതിനെ മറച്ചു വെച്ചില്ല. അതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ അവിടേക്ക് പോകുന്നുണ്ട്. അത് വളരെ സാമാന്യം സമാധാനത്തോടുള്ള ഒരു രാജ്യമായിട്ട് നിലനിൽക്കുകയാണ്. എന്നാൽ പാകിസ്ഥാന്റെ കാര്യമോ? പാകിസ്ഥാൻ അവര് ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാനും. നമ്മൾ മാത്രമല്ല, നമ്മൾ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുമെങ്കിലും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും നേപ്പാളികളും എല്ലാം നമ്മുടെ ഈ പുരാതന സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, കാരണം ഇൻഡസ് വാലി സിവിലൈസേഷൻ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ വ്യാപിച്ചു കിടന്നത് നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് ഇന്നത്തെ അതിർത്തി വെച്ച്. പക്ഷെ ഇതെല്ലാം ഒരേ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷെ പാകിസ്ഥാൻ ഇടയ്ക്ക് വെച്ചിട്ട് അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റിയെ മറച്ചു വെച്ചു, നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇന്ന് അവർക്ക് നിലനിൽപ്പിന് അത് തിരിച്ചെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അവർക്കും പറയണമെന്നുണ്ട്, ഇന്ത്യക്കാർ മാത്രമല്ല ഞങ്ങളും ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമാണെന്ന്. പക്ഷെ പറയാൻ കുറെ കാലം മുന്നേ വരെ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ നാളെ അവർ പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ദിവസം പാകിസ്ഥാനികൾ പറയും ഞങ്ങളും ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമാണ്. അവരുടെ വേരുകൾ അവരവിടെ കണ്ടെത്തും. അവർ തകർത്ത് കളഞ്ഞതും ഇടിച്ചു കളഞ്ഞതുമായ കെട്ടിടങ്ങൾ മണ്ണ് മാന്തി അതിന്റെ അവശിഷ്ടങ്ങൾ അവരെടുക്കും. അവരുടെ സംസ്കാരത്തിന്റെ വേരുകൾ അവർ ഉറപ്പായി കണ്ടെത്തി അവർ ആ ഐഡന്റിറ്റി അംഗീകരിക്കും. അവരുടെ ഐഡന്റിറ്റിയും വിശാലമായ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് അവർ സമ്മതിച്ചേ പറ്റൂ. അതിന്റെ ഒരു ആരംഭമാണ് നമ്മൾ പഞ്ചാബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇത്രയും കാലം മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിച്ചു, തുർക്കികളെ പോലെ ആകാൻ ശ്രമിച്ചു, അവർ സെൻട്രൽ ഏഷ്യക്കാരെ പോലെ ആകാൻ ശ്രമിച്ചു, അറബികളെ പോലെ ആകാൻ ശ്രമിച്ചു. പക്ഷെ അവർ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് അവരെന്ന ഐഡന്റിറ്റി അവർ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. ഇന്ന് അവർ വീണ്ടെടുക്കുന്നത് അവരുടെ ഇന്ത്യൻ മുസ്ലിം എന്ന ഐഡന്റിറ്റിയാണ്. ഹിന്ദു എന്ന് പറയുന്നത് വിശാലമായ ഭാരതത്തിന്റെ സംസ്കാരത്തിന് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ്. ആ സംസ്കാരത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാനും. അതിൽ അവർ ഫോളോ ചെയ്യുന്നത് ഇസ്ലാം വിശ്വാസമാണ്. അതിനർത്ഥം അവർ ഇന്ത്യൻ മുസ്ലിമാണ്, അറബിക് മുസ്ലിം അല്ല, അവർ തുർക്കി മുസ്ലിം അല്ല, സെൻട്രൽ ഏഷ്യൻ മുസ്ലിം അല്ല, ഇന്ത്യൻ മുസ്ലിമാണ്. ആ ഐഡന്റിറ്റിയാണ് പാകിസ്ഥാൻ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായി വിശാലമായ ഇന്ത്യൻ സംസ്കാരത്തിന്റെ, ഹിന്ദു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഇൻഡസ് വാലി സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാർ തന്നെയാണ് ഞങ്ങളുമെന്ന് പാകിസ്ഥാന് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. 1947 അന്നത്തെ നേതാക്കൾ ഇന്ത്യയിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത്
അതിർത്തി മാത്രമല്ല വെട്ടിമാറ്റിയത്, സാംസ്കാരികമായ വേർപിരിയൽ കൂടി പൂർണ്ണമാക്കാൻ അവരെന്ന് ശ്രമിച്ചു. അതായത് 5000-ലധികം വർഷത്തെ തദ്ദേശീയമായ ചരിത്രത്തെ, വേദകാലഘട്ടത്തെ, സിന്ധു നദീതട സംസ്കാരത്തെ, മൗര്യ ഗുപ്ത സാമ്രാജ്യകാലത്തെ ചരിത്രത്തെ എല്ലാത്തിനെയും അവര് പറിച്ചു മാറ്റാൻ, എന്നേക്കുമായി ഒഴിവാക്കാൻ ശ്രമിച്ചു. അവർ പാഠപുസ്തകങ്ങളിൽ നിന്ന്, പൊതുബോധത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും ബോധപൂർവ്വം ഒഴിവാക്കി. പകരം 8-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചത് മുതലാണ് തങ്ങളുടെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത് എന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. തങ്ങളുടെ വേരുകൾ ദക്ഷിണേഷ്യയിലല്ല എന്നും മറിച്ച് മിഡിൽ ഈസ്റ്റിലും പേർഷ്യയിലുമാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു അവർ ഇത്രയും കാലം ശ്രമിച്ചത്. പതിറ്റാണ്ടുകളായിട്ടുള്ള ഈ അറബ് വൽക്കരണവും തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളർച്ചയും പാകിസ്ഥാനെ സാമ്പത്തികമായും സാമൂഹികമായും തകർത്തു. ഒരു രാജ്യം എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ തങ്ങൾക്ക് മാന്യമായൊരു മുഖം ഇല്ല എന്ന് പുതിയ തലമുറയും അവിടുത്തെ ലിബറൽ ചിന്തകരും തിരിച്ചറിയുകയാണ്. ഇന്നവർ ചെയ്യുന്നത് എന്താണ്? അറബ് ലോകം അവരെ ഒരിക്കലും തങ്ങളിൽ ഒരാളായി അംഗീകരിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന സിന്ധു നദീതട സംസ്കാരവും തക്ഷശില എന്ന ബുദ്ധ പൈതൃകവും ലാഹോറിലെ സിഖ് ഹിന്ദു ചരിത്രവുമാണ് തങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. ടൂറിസവും ആഗോള പ്രതിച്ഛായയും ഇന്ന് വളരെ പ്രധാനമാണ്. സൗദി അറേബ്യ പോലും അവരുടെ തീവ്ര ഇസ്ലാമിക പ്രതിച്ഛായ മാറ്റി സാംസ്കാരിക ടൂറിസത്തിലേക്ക് തിരിയുമ്പോൾ പാകിസ്ഥാനും തങ്ങളുടെ പുരാതന പൈതൃകം അഥവാ ഹെറിറ്റേജ് ടൂറിസം ലോകത്തിന് മുന്നിൽ വെച്ച് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനുള്ള, പ്രതിച്ഛായ നന്നാക്കാനുള്ള നീക്കങ്ങൾ കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ എന്ന പേര് തന്നെ ഉണ്ടായത് ഇൻഡസ് നദിയിൽ നിന്നാണ്. അതിനാൽ ചരിത്രപരമായി നോക്കിയാൽ ഇൻഡസ് നദി ഒഴുകുന്ന പാകിസ്ഥാനിലെ മണ്ണിലെ ജനങ്ങളും ആ വലിയ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മതം മാറിയത് കൊണ്ട് മാത്രം പൂർവികരുടെ ചരിത്രവും ജീനുകളും മാറില്ല എന്ന യാഥാർത്ഥ്യം അവിടുത്തെ ചരിത്രകാരന്മാർ തന്നെ ഇപ്പോൾ പരസ്യമായി ചർച്ച ചെയ്യുകയാണ്. ലാഹോറിലെ തെരുവുകൾക്ക് പഴയ പേരുകൾ നൽകുന്നതും പൈതൃക സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതുമെല്ലാം ഈ വലിയ തിരിച്ചറിവിന്റെ ഭാഗമാണ്. സ്വന്തം വേരുകളെ നിഷേധിച്ച് ഒരു ജനതയ്ക്കും മുന്നോട്ട് പോകാനാകില്ല എന്ന ചരിത്ര സത്യം ഒടുവിൽ പാകിസ്ഥാന് സമ്മതിക്കേണ്ടി വരുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം.